ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫുൾ റിവ്യൂസ് എല്ലാം കൂട്ടി പ്രൂഫ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടി അതിനോടൊപ്പം കൊടുക്കാം ഗൈസ്. അപ്പോൾ എന്താവും, രണ്ട് വെബ്സൈറ്റിലും കയറിയിട്ട് നിങ്ങൾക്ക് ഫുൾ റിവ്യൂസ് ഒക്കെ സെയിം അക്കൗണ്ടിലേക്ക് ഒരുമിച്ച് അയച്ചു കൊടുക്കാമല്ലോ ഗൈസ്. അപ്പോൾ രണ്ടിരട്ടി ഫുൾ റിവ്യൂസും കിട്ടും. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് കയറി പോകാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് പോകുന്നതിന് മുമ്പായി തന്നെ ഡൗട്ടുള്ളവരൊന്ന് വീഡിയോ കണ്ടു നോക്കുക ഫുള്ളായി തന്നെ. ഓക്കെ, ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്തതിന് വെബ്സൈറ്റ് കയറി വരിക ഗൈസ്. ഇവിടെ കാണാം ഓപ്പൺ വിത്ത് ചോദിക്കുമ്പോൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു അടിപൊളി വെബ്സൈറ്റ് കയറി വരും ഗൈസ്. ഇവിടെ കാണാം ഇന്റർഫേസും കാര്യങ്ങളൊക്കെ പ്രൊഫഷണൽ ലുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് കയറി വന്നല്ലോ. കയറി വന്ന ശേഷം ഇനി ഇവിടെ കാണാൻ മനുഷ്യന്മാരെ ലോഗിൻ ഗെയിൻ ഫുൾ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഒരു ഗ്രീൻ കളർ ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ, ലോഗിൻ ഗെയിൻ ഫുൾ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഗൈസ്. ഓക്കെ, ആ ഒരു ഓപ്ഷൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ലോഡായ ശേഷം ഇതുപോലെ പേജ് വരും ഗൈസ്. ഇതേപോലെ പേജ് വന്ന ശേഷം വേറെ ഏതോ ലാംഗ്വേജ് കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു എങ്ങനെ ലാംഗ്വേജ് മാറ്റാമെന്ന് ഗൈസ്. അപ്പോൾ ഇവിടെ കാണാൻ ഗൈസ്, അതിനായിട്ട് ടോപ്പ് റൈറ്റിലായിട്ട് ഒരു 3 ഡോട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ, ആ 3 ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണാൻ മനുഷ്യന്മാരെ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷിലോട്ട് മാറും ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിലോട്ട് മാറ്റുക. ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ച എൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തോളൂ ഗൈസ്. ഓക്കെ, ഫേക്ക് അക്കൗണ്ട് മേക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ ഹൗ ടു ക്രിയേറ്റ് അൺലിമിറ്റഡ് ഇൻസ്റ്റാഗ്രാം ടെമ്പററി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ്, ഓക്കെ, എല്ലാവരും അല്ല, ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ ആ ഒരു വീഡിയോ കണ്ട ശേഷം എങ്ങനെ ഫേക്ക് അക്കൗണ്ട് മേക്ക് ചെയ്യാമെന്ന് പഠിച്ചെടുക്കുക. ശേഷം നിങ്ങൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മേലെ കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ മനുഷ്യന്മാർ ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കയറി ഗൈസ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും പെട്ടെന്ന് ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കും, ഫേക്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുത്താൽ. ശേഷം ഇവിടെ കാണാൻ മനുഷ്യന്മാരെ ഇനി ഫുൾ റിവ്യൂസ് അയച്ചു കൊടുക്കണമല്ലോ. അതിന് മുമ്പേ തന്നെ ഇവിടെ ഒത്തിരി ടൂൾസ് ഉണ്ട്, ഫുൾ റിവ്യൂസ്, കമന്റ്, പിന്നെ എന്താ പറയുക, ഇവിടെ ഏത് വീഡിയോ വ്യൂസ് ആണ് തോന്നുന്നു, പിന്നെ സ്റ്റോറി വ്യൂസ്, സേവ് ഉണ്ട്, റീൽസ് ഉണ്ട്. എൻ്റെ മോനെ വിഷയം ഗൈസ്. ഓക്കെ, ലൈക്സ് കാണുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഫുൾ റിവ്യൂസ് എങ്ങനെ അയച്ചു കൊടുക്കാമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ടോപ്പിൽ കാണാൻ ഗൈസ്, ഇവിടെ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് 175 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു 175 എന്ന ഓപ്ഷൻ്റെ മേലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ലോഡായ ശേഷം ഇതുപോലെ പേജ് വരും ഗൈസ്. ഈ ഒരു പേജ് വന്ന ശേഷം പേജ് ഒന്ന് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. താഴോട്ട് കുറച്ചൊന്ന് വന്നാൽ മതി. അപ്പോൾ ഇവിടെ കാണാം യൂസർ നെയിം ചോദിക്കുന്നുണ്ട് ഗൈസ്. ഈ സ്പേസിലായിട്ട് ആ സ്പേസിലായിട്ട് നിങ്ങൾക്ക് ഫുൾ റിവ്യൂസ് കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് ഗൈസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഇവിടെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമോ അതുപോലെ തന്നെ ഏതെങ്കിലും തെറ്റിയ യൂസർ നെയിമൊന്നും എൻ്റർ ചെയ്ത് കൊടുക്കരുത് ഗൈസ്. ഓക്കെ, അപ്പോൾ ശരിയാണോ നോക്കുക, അതിനായിട്ട് ഒരു വഴിയൊക്കെ ഉണ്ട് ഗൈസ്, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം ഫൈൻഡ് യൂസർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ മേലെ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലെ പേജ് വന്നു ഗൈസ്. ഈ ഒരു പേജ് കൂടെ വന്ന ശേഷം പേജ് ഒന്ന് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി ഗൈസ്. ഓക്കെ, സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണാൻ മനുഷ്യന്മാരെ നിങ്ങൾ ഫുൾ റിവ്യൂസ് കൂട്ടാൻ കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ആയി വരും. ഇവിടെ വന്നത് വെച്ച് എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആണ് ഗൈസ്. അപ്പോൾ വേറെ ഏതെങ്കിലും പ്രൊഫൈൽ ഫോട്ടോ നിങ്ങളുടെ അല്ലാതെ വന്നാൽ ബാക്ക് ക്ലിക്ക് ചെയ്തിട്ട് യൂസർ നെയിം ഒന്ന് എഡിറ്റ് ചെയ്യുക ഗൈസ്, കറക്റ്റായി കൊടുക്കുക. ഓക്കെ, വേറെ ഏതെങ്കിലും പ്രൊഫൈൽ ഫോട്ടോ വന്നാലോ വന്നില്ലെങ്കിലോ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത യൂസർ നെയിം തെറ്റാണ് ഗൈസ്. ഓക്കെ, 100% തെറ്റാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫുൾ റിവ്യൂസ് ഒന്നും കിട്ടാത്തത് പലർക്കും. അപ്പോൾ എല്ലാം കറക്റ്റ് നോക്കിയ ശേഷം ഇനി ഇവിടെ കാണാൻ മനുഷ്യന്മാരെ നമ്പർ ഓഫ് ഫുൾ റിവ്യൂസ് എന്ന് പറഞ്ഞ് വെറും 15 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 15 അല്ല ഗൈസ്, ഇവിടെ കാണാൻ ഫുൾ റിവ്യൂസിൻ്റെ ക്രെഡിറ്റ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് 175 ക്രെഡിറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം, ചിലപ്പോൾ 500 ആവും, 600 ആവും. അപ്പോൾ ഇവിടെ എന്താണോ കാണിക്കുന്നത് ഗൈസ്, ഈ ഒരു ഭാഗത്ത് എന്താണോ കാണിക്കുന്നത് 600 ആണെങ്കിൽ കൂടി ഇവിടെ 600 എൻ്റർ ചെയ്ത് കൊടുത്തോളൂ ഗൈസ്. അപ്പോൾ എനിക്കിവിടെ കാണിച്ചത് 175 എന്നാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ 15 ക്ലിയർ ചെയ്ത് കൊടുത്തു ഗൈസ്. ഓക്കെ, 5 ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. ശേഷം 175 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ കാണാം 175 ആക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, ഇവിടെ കാണാം ഫുൾ റിവ്യൂസിൻ്റെ ക്രെഡിറ്റ് 175. അതുകൊണ്ട് 175 എന്ന് സ്പേസിലും ഈ സ്പേസിലായിട്ടും എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ എത്ര ചെയ്യേണ്ടതായിട്ടുള്ളൂ, ശേഷം സ്റ്റാർട്ട് മാത്രം കൊടുത്താൽ മതി ഗൈസ്. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്ത ശേഷം 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും മുഴുവൻ ഫുൾ റിവ്യൂസും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് മുഴുവനായിട്ട് കയറി വരും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റാർട്ട് കൊടുത്ത ശേഷം 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ടൈമർ അല്ലേ ഗൈസ്, ടൈമർ കുറഞ്ഞ് 0 ആവും ഗൈസ്. ഓക്കെ, 0 ആയ ശേഷം മുഴുവൻ ഫുൾ റിവ്യൂസും സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിലേക്ക് കയറി വരും ഗൈസ്. ഇതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും 2 മിനിറ്റിനുള്ളിൽ തന്നെ ഫുൾ റിവ്യൂസ് ഉറപ്പായിട്ടും വന്നിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് 0 ആയ ശേഷം ബാക്കി പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ കാണാൻ മനുഷ്യന്മാരെ ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടൈമർ ഇവിടെ റിമെയിൻ ടൈം 0 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 0 ആയ ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, അക്കൗണ്ടിൽ പോയി നോക്കിയിട്ട് റീഫ്രഷ് ചെയ്താൽ ഫുൾ ആയിട്ടുള്ള ഫുൾ റിവ്യൂസ് കയറി വന്ന നോട്ടിഫിക്കേഷൻ അടക്കം കാണാൻ സാധിക്കും. സബ്മിഷൻ
കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പുതിനാലും മികച്ച മറ്റു ക്ലാസ് അടിപൊളി വീഡിയോസൊക്കെ നാളെ ഇടുമ്പോഴേക്കും ഗുഡ് ബൈ ഗൈസ്.